ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സാറ്റർഡേയിൽ ഏതെങ്കിലും ഒരു ഹൈക്കിന് അല്ലെങ്കിൽ ഒരു ട്രെക്കിന് പോകണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് നമ്മുടെ മീൽ പ്രെപ്പിങ്ങും ഒരു വീക്കിലേക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്രെപ്പിംഗ് ഒക്കെ അങ്ങ് ചെയ്ത് വെച്ചിട്ട് നാളെ എവിടെയെങ്കിലും പോകാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. മീൽ എന്തൊക്കെയാണെന്ന് ഞാൻ തയ്യാറാക്കി, അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങാൻ പോവാണേ. അപ്പോൾ തുടങ്ങിയാലോ. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഞാനും ചേട്ടനും കൂടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ചുമട്ട് തൊഴിലാളി ആയിട്ട് ഒരാളെ കൂടെ ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റയ്ക്കല്ല, പിന്നെ ഞാനും എടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ നടക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളായല്ലോ ഈ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പം നടക്കാൻ പോയിട്ട് അതുവഴി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഈ ഒരു വാക്കായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഈ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഞങ്ങൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. ടർക്കിനെ കണ്ട സ്ഥലം അതിവിടെ ആയിരുന്നു. ശരിയാ, പക്ഷെ കുറേ നാളായെന്ന് തോന്നുന്നു വന്നിട്ട്. നല്ല പീസ്ഫുള്ളാണ്. ഇവിടെയൊക്കെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഓട്ടം സീസണാണ് കേട്ടോ സിഡ്നിയിൽ. അപ്പം തണുപ്പ് ഉണ്ട്, എന്നാൽ ചില സമയത്ത് തണുപ്പില്ല. ഇന്ന് അത്ര തണുപ്പ് ഇല്ലാത്തൊരു സമയമാണ്. പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുറേ. ഈ ഒരു ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു ബ്ലൂബെറി ലുക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ എനിക്കെടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷെ കഴിക്കുന്നത് അപകടമാണെന്നറിയാം. അത് തൽക്കാലം ഇപ്പോൾ കഴിക്കുന്നില്ല. പക്ഷെ എന്ത് ഫ്രൂട്ടാണിത്, കണ്ടിട്ടൊരു ബ്ലൂബെറി ലുക്ക് തന്നെ ഉണ്ടല്ലേ. ഇതൊക്കെ നല്ല കാടാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു പാത്തൊക്കെ ഉണ്ട്, അതിലൂടെയൊക്കെ നടന്നിട്ടുള്ളതാണ്. ഏതാ ഒരു ജൂൺ ജൂലൈയിൽ കഴിഞ്ഞ വട്ടം ലീവിന് വന്നപ്പം എനിക്ക് തോന്നുന്നു ഒരു 21 ദിവസം നമ്മൾ മോർണിംഗ് വാക്കിന് പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഞങ്ങൾ ആ കാടിനുള്ളിലുള്ള നടക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു നടക്കാൻ. എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റൈൽ കാർ. എനിക്ക് കാറിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. 2 പേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാറ്. ഇതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന പാർക്കൊക്കെ എത്തുമായിരുന്നു. വന്നിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ട് വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഞങ്ങൾ ലോങ് റൂട്ട് പിടിച്ച് റൗസിൽ ടൗൺ സെൻറ്ററിൽ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ലോങ് റൂട്ട് പിടിച്ച് ഞങ്ങൾ പണ്ടൊക്കെ വന്ന സ്ഥലത്തെത്തി. ഏത് വഴി? ഞാൻ വേറൊരു വഴി നോക്കിയിട്ട് വന്നപ്പോ പീസ്ഫുൾ വേറൊരു വഴിയുണ്ട്. ആ വഴി ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഞാനില്ലാത്ത സമയത്ത് പീസ്ഫുൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകും. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയി കൂടെ? ഇങ്ങനെയുള്ളപ്പോ ഒറ്റയ്ക്ക് പോകാനായിട്ട്, പീസ് അന്വേഷിച്ച് പോകാനായിട്ട്. ഇങ്ങോട്ട് വേണം. എവിടെ പീസ്ഫുൾ വഴി? എവിടെ എത്തിക്കാം. വഴി ഈസ് മിസ്സിംഗ് ഇപ്പം പറഞ്ഞിട്ട് വഴി മിസ്സിംഗ് ഒന്നുമല്ല, എത്തിക്കാം. വേറെ വഴി എനിക്ക് പോകാനറിയാം. ഇതുവഴി എങ്ങനെ കയറ്റുന്ന കയറുന്ന നോക്കുമായിരുന്നു അത്രയൊക്കെ. ഞാൻ ഇവിടുത്തെ ഫോൾ സീസൺ അധികം കണ്ടിട്ടില്ല, കാരണം മിക്ക സമയത്തും ഞാൻ നാട്ടിലായിരിക്കും ആ സമയത്ത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. കുറേ മരങ്ങൾ കണ്ട്, യെല്ലോ ലീവ്സുള്ള മരവും അതെ ചുമന്ന ലീവ്സ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് പീസ്ഫുൾ വഴി തപ്പി ഞങ്ങൾ നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മൈക്കിൻ്റെ ഇതും പോയി. പേടിച്ചു പോയി ഞാൻ. എനിക്ക് വിശക്കാൻ തുടങ്ങി. പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശക്കും. ഇതാണ്
എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പീസ്ഫുൾ വഴി. ഇത് പീസ്ഫുൾ അല്ലെന്ന് പറയാൻ പറ്റും. പീസ്ഫുൾ ആണ്, പക്ഷെ ഇതിലും നല്ല വഴികൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ച ചുറ്റും മരങ്ങളും മറ്റേ ഇല പൊഴിഞ്ഞിങ്ങനെ കിടക്കുന്നു. ഇതിലെന്താണ് പ്രത്യേകത? സൈക്ലിംഗ് ട്രാക്ക്. അതുകൊണ്ട് ഇതിന് നല്ല വാക്കിംഗ് ട്രാക്സ് ഉണ്ടായിരുന്നല്ലോ. തീർന്നു. ഇത് എല്ലായിടത്തും ഉണ്ടല്ലേ. ഇതാണ് വുഡൻ പ്ലാറ്റ്ഫോംസ് ഉദ്ദേശിച്ചത്. ഇതെന്തോ ചേട്ടാ പീസ്ഫുൾ എന്ന് പറയുന്നത്? കുഴപ്പമില്ല. ഫൈനലി റൗസൽ ടൗൺ സെന്റർ എത്തി. 11:25 കേട്ടോ. ഞങ്ങളപ്പോൾ 1 മണിക്കൂർ നടന്നു. ഈ ഒരു സമയത്ത് വരുമ്പോഴാണ് എല്ലാ ഷോപ്സും തുറന്നു വെക്കുന്നത്. ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ അങ്ങ് അടയ്ക്കും കേട്ടോ. ഈ ഫാമേഴ്സ് ലാൻഡ് തുറക്കും. കോൾസിലോട്ടാണ് ആദ്യം കയറുന്നത്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കോൾസിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ട് ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം ചേട്ടന് ടോണിക് വാട്ടറോ അതേതാ അതെവിടാ ഇതായിരിക്കും. ആപ്പിൾ ആൻഡ് മാംഗോ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് ഉണ്ട്. 2.5 ഹെൽത്ത് സ്റ്റാർ ഉള്ളു കേട്ടോ. എനിക്കൊന്ന് ഷുഗർ കാരണം. ഇത്രയും ദൂരം നടന്നോന്ന് അറിയത്തില്ല. നല്ല ദാഹം. അപ്പം ഞങ്ങൾ പോളിസി തന്നെ കയറി ഒരു ലെമണേഡ് വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് ചേട്ടൻ ലഞ്ച് വാങ്ങിക്കാൻ പോവാണ്. ഒരു ഷവർമ കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഞാൻ ആ നേരം കൊണ്ട് ഷോപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം കുറേ നാളായി കേട്ടോ ഇത്രയൊക്കെ നടന്നിട്ട്. നാട്ടിൽ ഫുള്ള് കാറിലൊക്കെ ആയിരുന്നല്ലോ സഞ്ചാരം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊരു കിതപ്പ്. അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് വരണം. ഇത് കണ്ടോ, ഈ ഇവിടുത്തെ ഒരു ഫുൾ ഐ ലെവൽ എടുത്ത് മാറ്റി. എന്തിനാണെന്നറിയത്തില്ല. പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു എംറ്റി ഫീലിംഗ്. ഞാൻ ബ്രെഡ് വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ കാര്യത്തിൽ ചേട്ടനാണ് നോളജ് ഉള്ളത്. എന്തോ പുള്ളി ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗും ഒക്കെ നോക്കിയാണ് ബ്രെഡ് എടുക്കുന്നത്. കുറച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ബ്രെഡ് നോക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. ഹോൾസിലെത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷെ കുറേ നേരമായി ഇവർ വന്നില്ല ഇങ്ങോട്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ എല്ലാം പർച്ചേസ് ചെയ്ത് കേട്ടോ. സോ ഈ ബ്രെഡാണ് കേട്ടോ ചേട്ടൻ എടുത്തേക്കുന്നത്. ഹൈ ഇൻ ഫൈബർ, ലോ GI പ്രോട്ടീൻ ബ്രെഡ്. ഞാനിപ്പം നട്ട് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. എനിക്കൊരു ന്യൂട്രീഷ്യസ് ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് എടുക്കാൻ പോവാണ്. അപ്പം കാഷ്യൂ എടുത്തു, ബദാമും പിന്നെ അക്രൂട്ട് എൻ്റെ കയ്യിലുണ്ട്. അക്രൂട്ട് വാൽനട്ട് അതുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള നട്ട്സ് കൂടെ വാങ്ങണം. അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. ലഞ്ചിന് ഞാൻ കഞ്ഞിയും പയറും കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ വന്ന സമയം മുതൽ ഞാൻ ബാസ്മതി റൈസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ക്രേവിങ് കഞ്ഞിയും പയറും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലഞ്ചിന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ഷവർമ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. എനിക്കത് ആ ഷവർമ അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കഞ്ഞിയും പയറും കഴിക്കാൻ പോവാണ്. ചേട്ടൻ ഷവർമയും കഴിക്കാൻ പോകും. ഞാൻ വേഗം ഉണ്ടാകട്ടെ. ഇപ്പോൾ സമയം 1 മണിയായി. ഒരു 1:30 ആകുമ്പോഴത്തേനും റെഡി ആവുമായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിയ ഐറ്റംസൊക്കെ അതത് സ്ഥലത്ത് എടുത്തു വെക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ലഞ്ച് ഉണ്ടാക്കാൻ പോയി. കഞ്ഞിയും പയറും കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് ആവുന്നത് വരെ ഞാൻ ഈ ഒരു പ്രോട്ടീൻ പീനട്ട് ബട്ടർ കപ്പ് അത് കഴിക്കാൻ പോവാണ്. അത് ഇന്നലെ വാങ്ങിയതാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തി ആണെന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൽ 15 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അപ്പം ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത്ര വിശപ്പായിട്ടില്ല, എന്നാലും കുറച്ച് വിശപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കട്ടെ, ഞാൻ കാണിക്കാം എങ്ങനെയായിരിക്കുന്നതെന്ന്. ഇത് ചുറ്റുമുള്ളതൊരു വൈറ്റ് ചോക്ലേറ്റ് സംഭവമാണ്. ഇതിൻ്റെ അകത്ത് മൊത്തവും പീനട്ട് ബട്ടറാണ് കേട്ടോ. ഉണ്ടോ? ഇത് ഫുള്ള് പീനട്ട് ബട്ടറാണ്. അല്ല, വിഷമിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ഹെവി ആയിട്ട് തോന്നും. കഞ്ഞിയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ലഞ്ച് ഇവിടെ റെഡിയാണ്. സമയം ഇപ്പം 2:30 ആയി കേട്ടോ. ഞാൻ മറ്റേ പീനട്ട് കപ്പ് കഴിച്ചതിന് ശേഷം എനിക്ക് അത്ര വിശന്നില്ല. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അപ്പോഴത്തേനും കഞ്ഞി റെഡിയായി. സമയവും ഇത്രയായി കേട്ടോ. ഇപ്പം എനിക്ക് വിശക്കുന്നു. അപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഹലോ, ഇപ്പം സമയം 5:30 ആയി. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചെന്നൊന്ന് കിടന്ന് കേട്ടോ. തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് 5:30-ക്കാണ്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3 മണിയായി. പിന്നെ ഒരു വീഡിയോ ഒക്കെ കണ്ട് 3:30 ആയി. പിന്നെ അതിന് ശേഷമാണ് ഉറങ്ങിയത്. എന്തായാലും ഭയങ്കര ക്ഷീണമായി. ഒരു മണിക്കൂർ നടന്നപ്പോഴത്തേനും ബോഡി ഭയങ്കര വീക്കായതുപോലെ തോന്നി കേട്ടോ. അപ്പം ഇനി എനിക്ക് മീൽ പ്രിപ്പ് ചെയ്യാൻ കിടക്കുന്നു, ഡിന്നർ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആലോചിക്കുന്നത് വെജിറ്റബിൾസ് മാത്രം കട്ട് ചെയ്ത് വെക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം എല്ലാം കൂടെ ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടാകത്തില്ല. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്ക് കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്യണം. അത് ചെയ്തിട്ട് കുളിക്കാൻ പോകാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. ഒരു മാജിക്കിലൂടെ മാരിനേറ്റ് ചെയ്താലോ. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഫ്രിഡ്ജിൽ കയറ്റാം. അപ്പോൾ ഡിന്നറിനുള്ള ചിക്കൻ പാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരെ പോയി കുളിക്കട്ടെ. വീണ്ടും വന്നു. കുളിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്കുള്ള മാവൂടെ അങ്ങ് കുഴച്ച് വെക്കാമെന്ന്. കാരണം കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വക പരിപാടികളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം അങ്ങ് ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളല്ലേ. അതുകൂടെ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് അടുത്ത വീക്കിലേക്ക് കൂടെ അങ്ങ് മാവ് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം അതുകൂടെ അങ്ങ് ആവുമല്ലോ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. സമയം ഇപ്പം 7 മണിയായി. വിശക്കുന്നു കേട്ടോ. അപ്പം ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നറിന് ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് ഇന്ന് വാങ്ങിയ ബ്രെഡ് ടോസ്റ്റും പിന്നെ ചിക്കൻ പാൻ ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് കടല ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഡിന്നർ ഇവിടെ റെഡിയായി. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ സമയം ഇപ്പോൾ 7:30 എന്തോ ആയി കേട്ടോ. ഇനി ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി മീൽ പ്രിപ്പ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും, ചെയ്താൽ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം അത് ഭയങ്കര ലെങ്തി ആയി പോവും. പിന്നീട് ഒരിക്കൽ ഞാനൊരു മീൽ പ്രിപ്പ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!